മലപ്പുറം ജില്ലയിലെ തവനൂർ ബുദ്ധമന്ദിരത്തിലെ സൂപ്രണ്ടും സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ സുരേഷ് നമ്മോടൊപ്പം അമ്മയ്ക്കൊരുമായി. ദർശന ടി വിയിലെ അമ്മയ്ക്കൊരുമ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മലപ്പുറം ജില്ലയിൽ തവനൂർ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധമന്ദിരത്തിലെ സൂപ്രണ്ടാണ്. ഇവിടെ ഇപ്പോൾ 68 അന്തേവാസികളാണുള്ളത്. അതിൽ ഒരാളായ മേരി ചേച്ചിയായിട്ടാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുന്നത്. മറ്റു കുടുംബവിശേഷങ്ങൾ അവരുടെയൊക്കെ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാവുന്നത്. സ്ഥലം എവിടെയാണ്? മലാപ്പറമ്പ്, കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 6 മാസമായി. കഴിഞ്ഞ ഡിസംബറിൽ. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എത്ര ആള് മക്കളുണ്ട്? 3 സ്ഥലത്തല്ലേ. എവിടേക്കാണ് മക്കള്? ഒന്ന് തിരുവനന്തപുരം. എന്ത് ചെയ്യണു? ചെറിയ മകൾ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. രണ്ടാമത്തെ ആനി പൂളക്കടവാണ്. വീടൊന്നും എനിക്കറിയില്ല. എവിടെ? പൂളക്കാടോ? പൂളക്കടവ്. തമിഴ്നാട് കൊണ്ട് പൂളക്കടവ്. അതും കോഴിക്കോട് തന്നെ. പൂളക്കടവര് ആനി. പിന്നെ ആനി. മറ്റേട് ബേബി പുതിയ സ്ഥലത്തേക്ക് വീട് മാറിയിരിക്കുന്നു. അത് അവളെ ബാങ്ക് വിദ്യാർത്ഥിയാണല്ലോ. അപ്പൊ അവള് പന്തീരങ്കാവ് സ്വന്തം വീട്. അപ്പൊ അവിടുന്ന് വരാൻ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വാടകയ്ക്ക് പാർക്കാ. അത് പൊറ്റമ്മല്. 3 പെൺമക്കളാണ്. 3 പെണ്ണ്. മൂത്ത പെൺകുട്ടിയുടെ പേരെന്താണ്? ബേബി ക്ലാര. ആനി. ഫിലോമിന. ഭർത്താവ് എന്താ ചെയ്തിരുന്നത്? അവളെ ഫിലോമിന്റെ ഭർത്താവ് ISR എഞ്ചിനീയറാണ്. പെൻഷനായി. മൂത്ത മോളെയോ? മൂത്ത മോള് പിന്നെ ഓട്ട് കമ്പനിക്കാരൻ. ഓട്ട് കമ്പനിയിൽ ജോലി ചെയ്തു. ഓട്ട് കമ്പനി. അവർക്ക് മക്കളൊക്കെ ഉണ്ടോ? പേരക്കുട്ടികളൊക്കെ ഉണ്ടോ? 2 കുട്ടികൾ പെൺകുട്ടികളാണ്. ഒന്ന് വേണ്ടി വിദ്യാർത്ഥിയാണ്. പേരക്കുട്ടികളോ? മക്കളുടെ കുട്ടികള്? മക്കൾക്ക് കുട്ടികളില്ലേ? അവൾക്ക് ചെറിയൊരു കുട്ടി ഇപ്പൊ ഉണ്ട്. മൂത്തോളക്കോ? മൂത്താളെ മക്കളുണ്ട്. അത് ബാങ്ക് ഉദ്യോഗസ്ഥ. അപ്പൊ അവളെ കൂടിയാണ് മൂത്തോട് നിൽക്കുന്നത്. മറ്റന്നാട് പന്തീരങ്കാവ്. ഭർത്താവ് എന്താ ചെയ്തിരുന്നത്? അതെ, എന്റെ കേട്ടാ ഏതോ കാലം വരിക്കുന്നു. 14 വയസ്സായി. ആസ്പത്രി കഴിഞ്ഞ് മരിച്ചേ. എന്തോ ശ്വാസം മുട്ടല, വയറ്റ് വേദനയൊക്കെ ആയിട്ട് അസുഖം മൂലം മരിച്ചു. അതിനുശേഷം ഒറ്റയ്ക്കാണ് കുട്ടികളൊക്കെ വളർത്തിയെടുത്ത്. അതന്നെ ഒരു കുട്ടി വയറ്റിലുണ്ട്. 4 കുട്ടി എന്റെ കയ്യിലുണ്ട്. അന്നിപ്പോ ഏറ്റവും വില മോളിന്റെ വയറ്റിലാണ് 4 മാസം. അപ്പൊ എന്റെ മൂപ്പന് മരിച്ചു. ബന്ധുക്കളൊക്കെ നോക്കിയിരുന്നോ നിങ്ങളെ? ബന്ധുക്കള് അവരുടെ ഒന്നും പോലില്ല. പിന്നെ കറൂച്ചിലുണ്ട് അമ്മേന്റെ ആങ്ങള ടീച്ചർച്ചൻ. അതിനെ പോയിട്ട് അമ്മനെ കാണുന്ന മാതിരി അതിന് ഞാൻ വന്ന് കാണും. അതും പെൻഷനായിരിക്കാണല്ലോ. അങ്ങോട്ടും പോയില്ല. അതിപ്പോഴും ഉണ്ട്. സഹായിക്കാറുണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ? അവരൊക്കെ സഹായിക്കാറുണ്ടോ? ഞാൻ കുട്ടികളെ വളർത്തിയെടുക്കാനൊക്കെ ചെറിയ മോള് ഇവിടെ വരും എന്നെ കാണാൻ. അപ്പൊ ഉടുപ്പും സാരിയും പൈസയൊക്കെ തന്ന് എണ്ണ തേച്ച് കുളിക്കുക. അതൊക്കെ അതിനെന്തോ ഒരു മനസ്സാക്ഷി. മറ്റവർക്കൊന്നും മനസ്സാക്ഷിയില്ല. ഞാൻ പണിയെടുത്തിട്ട് അതിലുണ്ടാക്കി. ഞാൻ കഷ്ടപ്പെട്ട് പണിയെട്ടു ഒക്കെ ഇങ്ങനെയുള്ള വയസ്സിലൊക്കെ ഒന്നും കൊണ്ടിട്ടൊന്നുമില്ല. കൊട്ടിട്ടില്ല. കഷ്ടപ്പെട്ട് പോറ്റൊരു കാര്യമില്ല. അതാ കാര്യം ഉണ്ടായ ആ ചെറിയ പെണ്ണിന് മാത്രം ഒരു മനസ്സാക്ഷി. മറ്റൊരു നോക്കില്ല. ആരും ഇല്ല. ബന്ധുക്കളൊന്നും ഇല്ല. കൊല്ലാൻ പറ്റിയെങ്കിൽ അങ്ങനത്തെ പണിയാണ് മറ്റോ 2 എടുത്തത്. 2 ഇത് പിന്നെ ഒന്നുമില്ല. ഇത് എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായങ്ങൾ ചെയ്യും. എന്നെ കൊണ്ട് തരും. ഇവിടെ വന്ന് തരും. ഇവിടെ വന്നിട്ട് ആരെങ്കിലും വന്നോ? ഇവിടെ വന്നിട്ട് ആരെങ്കിലും കാണാൻ വന്നില്ല. ആർക്കും അറിയില്ല ഇവിടെയാണെന്ന്. അറിയില്ല എവിടെയാണ്. അറിയില്ല. വെള്ളിമാട് എവിടെ താമസിച്ചിരുന്നത്? വെള്ളിമാട് പൂളക്കടവ്. സ്വന്തം സ്ഥലമൊക്കെ ഉണ്ടോ? ഇല്ല, വാടകയ്ക്ക് വരുവാണ്. സ്വന്തം വീട് തിരുവനന്തപുരത്താണല്ലേ? വലിയ ടേക്സിട്ടാ. നിങ്ങൾ കല്യാണം കഴിച്ചു വന്നതാണോ ഇങ്ങോട്ട്? ഞാൻ കല്യാണം കഴിച്ചു കേട്ടാ. ഇങ്ങോട്ട് വന്നാണ് കോഴിക്കോട്ടേക്ക്. അവൻ CGC കോളേജ് മാഷായിരുന്നു അന്ന്. അപ്പൊ ഇവൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ മറ്റേ കുട്ടികളെ കാണിച്ചു കൊടുക്കും. കാരണം ഇത് ചെറിയ നാളാ 7ൽ പഠിക്കുന്നു. അപ്പൊ ചെറിയ കുട്ടിയായിട്ട് അതിനെ കൊടുക്കുന്നില്ല. ഇപ്പോൾ അതിനൊന്നും അറിയില്ല. അത് കരയുന്നു കല്യാണം എന്ന് പറഞ്ഞപ്പോൾ.
അവൻ ഈ കുട്ടിയെ തന്നെ കെട്ടണം. ഇഷ്ടമായി വന്നു. ആ എൻ്റെ സ്ഥിതിയാണെങ്കിൽ ഭയങ്കര ഇവരെ നോക്കി വെച്ചിരിക്കാൻ പറ്റണോ, പണിക്ക് പോകണോ, ഇവർക്ക് തിന്നാൻ കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു മകളെ നിങ്ങളെ നോക്കി നിൽക്കാൻ എനിക്ക് അല്ല, ഞങ്ങൾക്ക് തിന്നാൻ തരണ്ടേ, അമ്മ പോകൂലേ. ആണുങ്ങളില്ല, ആണവന്മാരില്ല, ഭർത്താവില്ല, ആൺമക്കളില്ല, ആൾക്കാർ സമ്മതിക്കില്ല ജീവിക്കാൻ. നിങ്ങളെ പെൺകുട്ടികൾ വയസ്സിനേക്കാളും വലിപ്പം പെണ്ണ്, വയസ്സിനേക്കാളും വലിപ്പം. ആ നല്ല വണ്ണം നല്ല വയറ്റിന് വെച്ചാൽ അപ്പോൾ ആൾക്കാർ വെച്ചേക്കൂല. ഞാൻ പറഞ്ഞ മോളെ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ ഒരാൾ കല്യാണത്തിന് വന്ന് അമ്മക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, അവൻ CTC കോളേജ് മാഷാണ്, എൻ്റെ മോള് പോവില്ല. അപ്പോൾ കരയാൻ തുടങ്ങി. വേണ്ട അമ്മേ ഞാൻ പോകില്ല, എനിക്ക് എൻ്റെ അമ്മൻ്റെ ഇങ്ങനെ കരയാ. ഞാൻ ഇയാളോട് പറഞ്ഞ് ചെക്കനോട് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇപ്പം കുട്ടി കരയുന്നു. ആ അങ്ങനെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെയും വന്നു. ആ പിന്നെ വന്നപ്പോൾ ഞാൻ വാക്ക് വെച്ച് ഞാൻ പറഞ്ഞു അമ്മ കൊണ്ടുപോയി മോളെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരും, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, അമ്മ പോകണ്ടേ പണിക്ക്, മോള് പോയിക്കാതാ നല്ലത്. അത് മുടക്കിയാൽ പിന്നെ മുടക്ക് തന്നെയാണ്. ആ പിന്നെ നിൽക്കുന്നില്ല ഒരെണ്ണം, അതുകൊണ്ട് എൻ്റെ മോള് പോകുന്നത്. അങ്ങനെ അതിനെ ഞാൻ പറഞ്ഞ് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ പിടിച്ച് അങ്ങോട്ട് കൊടുത്തയച്ച് തന്തയ്ക്കും തിളക്കും കാണാൻ. അപ്പോൾ കുട്ടിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല മോളാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി പള്ളിയിൽ കല്യാണം കഴിച്ചല്ല, രജിസ്ട്രേഷൻ കഴിച്ചല്ല, 15 വയസ്സ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി വലിയൊരു ഹാളിട്ട് സമൂഹ വിവാഹം നടത്തി. ആ അവൻ്റെ പുറകെ കൊണ്ടാക്കി കൊടുത്തു. ഞാനാ ഞാൻ എല്ലാ പണിക്കും പോയിരുന്നു. ഓ ഹോട്ടൽ പണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും, കടപ്പുറ ആസ്പത്രിയിൽ ഡോക്ടർമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇങ്ങനെ പല പണികൾ ഇങ്ങനെ എടുക്കും. കണ്ണു പോട്ടിയതാ. അതായത് പക്ഷേ ഒക്കെ ദൈവത്തിൻ്റെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ തിരിഹിതം അതായിരുന്നു. ആ അതാണ് എല്ലാ മനുഷ്യരും ദൈവം ഇങ്ങനെ ആക്കി നോക്കണം. ആ ദൈവത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ അതേമാതിരി തന്നെ അവരും അതേമാതിരി തന്നെ ആയിപ്പോയി. മക്കളെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പോ? മനസ്സിലായി, എനിക്ക് മക്കളെ കുറിച്ച് മനസ്സിലൊന്നുമില്ല. ഒന്നുമില്ല. ഒരു നന്നായി വരട്ടേന്നോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കണില്ലാന്നോ? നന്നായി വരട്ടേന്നോ അവരല്ലാതെ നിങ്ങളെ നോക്കണില്ല? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, ഒരാൾക്കും ചെയ്യില്ല, അന്യന്മാർക്കും ചെയ്യില്ല, മക്കൾക്കും ചെയ്യില്ല. പക്ഷെ ദൈവം അതൊക്കെ കണ്ടറിയണം. ഇവിടെ എങ്ങനെ സുഖമല്ലേ ഇപ്പോ? ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇല്ല, സമയത്ത് ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, എല്ലാം ഉണ്ട്. എന്താ പ്രശ്നം? അസുഖം വല്ലതും ഉണ്ടോ? ശാരീരികമായിട്ട് വയ്യായ അസുഖം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരസുഖമില്ല. നന്നായിരിക്കട്ടെ, ആരോഗ്യമാണല്ലോ പ്രധാനം. ഒരസുഖമില്ല, ദൈവം ഒരു അസുഖം തന്നിട്ടില്ല. പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടുവോ? ഓ ഇവർക്ക് വേണ്ടി ഒരു പാട്ട് പാടും നമുക്ക്. ആയിക്കോട്ടെ, ചെറിയൊരു പാട്ട് പാടും. ആ ഏതായാലും വേണ്ടി ഒരു ചെറിയ പാട്ട്. ദൈവത്തിന്റെ പാട്ട്. ഓ മതി. രാജാവെഴുന്നള്ളുന്നു, വാനലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു, വാനലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരു വീശിയ പരമദീപം, ഉന്നതത്തിൽ വന്നിറങ്ങിയ സ്വർഗമോദ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗമോദ്യം,
രാജാവെഴുന്നള്ളുന്നു വാനലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ പ്രതിയടഞ്ഞ മാനവർക്ക് ജീവനേകി മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു വാനലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. നന്നായിട്ടുണ്ട്. ഇവിടെ നല്ല സ്ഫുടമായിട്ട് പാടി. ദിവസം പ്രാർത്ഥിക്കോ? സൗകര്യങ്ങളുണ്ടോ പ്രാർത്ഥിക്കാൻ? ഉണ്ട്. ദിവസം പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുക? ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുക? അവനവന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അതോ എല്ലാവർക്കും വേണ്ടിയിട്ടോ? എല്ലാവർക്കും വേണ്ടിയിട്ട്. ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരണം. ഇവിടെ എന്തൊക്കെയാ വീട്ടുവിശേഷങ്ങളുള്ളത്? വേറെന്തൊക്കെയാ അറിയാം? പ്രാർത്ഥന ദൈവത്തിന്റെ പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളൂ. ലോകം മുഴുവൻ നന്നായിരിക്കട്ടെ, അവർക്ക് സമാധാനം പങ്കുവെക്കട്ടെ, നല്ല ദൈവത്തിനായിട്ട് ലോകത്തിന് വേണ്ടി മാത്രമേ എല്ലാ പൊതുവിലായിട്ട്. പിന്നെ ആ പാർട്ടി സംതൃപ്തിയാണ്. ഇപ്പൊ സംതൃപ്തിയാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സുഖമായിട്ട് കഴിയണു. അതെ. മൂത്ത മോളുടെ കല്യാണം കഴിച്ചത് ആരാ? കല്യാണം കഴിച്ചത് ആരാ? നായരാണ്. എന്താ പേര്? രവി. അവരെവിടെ താമസിക്കുന്നത്? അതാ പൊട്ടമ്മലല്ലേ? ആ, അവർക്ക് മക്കളില്ലേ? അവൾക്ക് 2 പെൺകുട്ടികളാ. 2 പെൺകുട്ടികളാണ്. അവർ കാണാൻ വരാറുണ്ടോ? അവിടെ കണ്ടിട്ടുണ്ടോ? പേരക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വരും കാണുകയൊക്കെ ചെയ്യും. ബീച്ച് ആശുപത്രിയിൽ ഇപ്പൊ അടുത്ത് ബ്ലൂവായിട്ട് കണ്ടു. അപ്പൊ പിടിച്ചു ആ സമയത്ത് ബേബിയും ആനയും രാവും പകലുമായിട്ട് വന്ന് നിൽക്കാൻ. അപ്പൊ അവർക്ക് സൗകര്യമില്ല നടന്നു. ബേബി പറഞ്ഞ് എൻ്റെ മോള് ഇപ്പോൾ ഒരു ചെറിയ കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട്, അത് നോക്കാനാണ് ഓക്ക് ബുദ്ധി, പണിക്ക് വേണ്ടേ. അങ്ങനെ ഒരു മടക്ക് അവള് മൂത്തോള്. മറ്റവള് പറയാണ്, അച്ഛനോട് പറയാ, നിങ്ങളെ പെറ്റമ്മയല്ലേ, അമ്മ പാവം അമ്മാണ്, ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്വഭാവം, പാവം അമ്മയാണ്, നിങ്ങൾ ആട്ടിനും പകലായിട്ട് നിൽക്കാം. മറ്റവൾ പറയാം, എനിക്ക് എന്താ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം. ആനി മൂത്ത മക്കളായോ? ആ, 2 അപ്പം തിരുവനന്തപുരത്തേക്ക് ഫോൺ വിളിച്ച്. ആര്? അവരിപ്പോ സമുദായത്തിന് പുറത്താക്കിയോ? ആര്? ഹിന്ദുവിനെ നായരെ കല്യാണം കഴിച്ചപ്പോ നിങ്ങളൊക്കെ ഒഴിവാക്കിയോ? എന്നെ അല്ല, മോളെ കല്യാണം കഴിച്ചപ്പോഴേ നായരല്ലേ കല്യാണം കഴിച്ചത്? നായരല്ലേ കല്യാണം കഴിച്ചത് മോള്? അപ്പൊ നിങ്ങളെ ഒഴിവാക്കിയോ മോളെ? ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇല്ല. ഞാൻ അവൾക്ക് കല്യാണം വരാണ്ട് വരുന്നതിൽ ബേജാറായി. അത് 35 വയസ്സായി. മൂത്തൊക്കെ കല്യാണം വരും, നല്ല മോളാ, വെളിവെളിങ്ങനെ വെളിച്ച കുട്ടിയാ. ഇതെന്തായാലും കല്യാണം ഒന്നും വരാത്തെങ്കിലും ബേജാറ് എനിക്ക്. അങ്ങനെ നിൽക്കുമ്പോ ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചു. നന്നായിട്ട് ജീവിക്കണു അല്ലേ? നന്നായിട്ട് ജീവിക്കണു. ഒന്നിച്ചെപ്പോഴും വലിയ പെൺകുട്ടികളായി. അതെയോ? രണ്ടാമത്തെ മോളോ? രണ്ടാമത്തോളൂ ആനി. അവരാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്? എന്റെ ചരിത്രം പറയണ്ട. ഭർത്താവിന്റെ പേരെന്താ അവരുടെ? എന്റെ ഭർത്താവിന്റെ പേര് രാജൻ. രാജൻ. അത് രാജൻ ക്രിസ്ത്യനല്ലേ? ക്രിസ്ത്യനല്ല അല്ലേ? അതും അവൻ തീയനാണ്. അവരൊക്കെ നന്നായിട്ട് ജീവിക്കണു ഇപ്പോ? അത് ഞാൻ പോയില്ല മോനെ. പോലില്ല. അവർക്ക് മക്കളില്ലേ? എനിക്കവിടെ ഇഷ്ടമല്ല പോവാൻ. ചേച്ചിയും ചെറിയ മോളാണ് ഇപ്പൊ തിരുവനന്തപുരത്തുള്ളത്. ഏറ്റവും ചെറുത് അവളുടെ പേരെന്താ? ഫിലോമിന. അവരുടെ ഭർത്താവിന്റെ എന്താ ജോലി? ISR എഞ്ചിനീയർ. അതെന്താ പേരെന്താ? ചന്ദ്രൻ. അതെന്താ ക്രിസ്ത്യനല്ലേ? ക്രിസ്ത്യനല്ല. അല്ല.
എല്ലാവരും അന്യമതസ്ഥ അന്ന് ചോദിച്ച് ക്രിസ്ത്യാനെ വെച്ചുകൊണ്ടിരുന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു എന്നാൽ എനിക്ക് കഴിയൂല, എനിക്ക് കഴിയില്ല. ഞാൻ വന്ന് ചോദിച്ചു ആദ്യം മറന്ന് ഞാൻ നോക്കിയില്ല. നന്നായി. എല്ലാവരും ഒരുപോലെ കാണണം. മനുഷ്യരൊക്കെ ജാതി മതമൊക്കെ നമ്മളുണ്ടാക്കണമെന്നല്ലേ? ദൈവം എല്ലാവരും ഒരേപോലെ സൃഷ്ടിക്കണു. നമ്മളെ കല്യാണം കഴിച്ചത് ബഹുരക്ഷ കല്യാണം കഴിച്ചത് ആലപ്പുഴയില് ഭയങ്കര സദ്യ മനസ്സമാരത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടിക്കളിക്കുക. അപ്പൊ അടുത്ത വീട്ടിൽ പറഞ്ഞു എന്താടി നീ ഓടിക്കളിക്കുന്ന, നിന്റെ മനസ്സമ്മതം അമ്മ. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സമ്മതം ഇല്ല, കല്യാണവും ഇല്ല, എനിക്ക് വേണ്ട. എന്തിനാത്? വേണ്ട വേണ്ട. അവന് അമ്മ പറഞ്ഞു, ഇവിടെ പറഞ്ഞു അയ്യോ അന്നമ്മച്ചി കുഞ്ഞനാട്ടി എന്താക്കുന്നേ, ആ പെണ്ണ് പറയാനും എനിക്ക് മനസ്സമ്മതം വേണ്ട, കല്യാണവും വേണ്ടാന്ന്. ഇത് കേട്ടില്ല. അമ്മ ഒരു നുള്ളു പോലും നുള്ളാത്ത അമ്മ അന്ന് ഇന്നെ അടിച്ചു. ഞാൻ പറഞ്ഞു ഇനി അമ്മൻ്റെ നിൽക്കൂല. ആരെയും വേണ്ട, മനസ്സില്ല. ആ മനസ്സില്ല. എത്ര വയസ്സായിരുന്നു? ഒരു 15 വയസ്സുണ്ടാവും കത്തി. അല്ലാതെ അവനെ ഞാൻ പറഞ്ഞു അമ്മ ഒന്നും നിർത്തി നിൽക്കൂല. കറൂച്ചിയിലുണ്ട് എൻ്റെ അമ്മാവൻ, അവിടെ ഉണ്ട് എൻ്റെ അച്ചായ പാപ്പിച്ചായ. ആ അതുണ്ട്, അവിടെ കൊണ്ടാക്കുന്നത്. അന്ന് അമ്മ പറഞ്ഞ മാറ്റി തന്നെ ഇവിടെ കൊണ്ടാക്കി. ഇവിടെ കൊണ്ടാക്കി അന്ന് രാത്രി അച്ഛൻ പിറ്റേശം പോകുക, പണിക്ക് പോകുക. അന്ന് രാത്രി പോയി പുറത്ത് പോയി വരുമ്പോൾ ഉടുപ്പൊക്കെ കൊണ്ടുവന്നു. പാവാട, ബ്ലൗസ്, ഷെമ്മീസ്, നെറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കി പഴപ്പിലിട്ട് അമ്മ തീറ്റിക്കുന്നതിന് അച്ചായനും എന്നെ തീറ്റിച്ച്. അച്ഛൻ പോട്ടെ മോളെ, അമ്മാമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും, മോള് ഇവിടെ നിന്നോട്ടാ അച്ചായ. ആ പൈസ 2-3 വർഷം വന്നില്ലേ, പിന്നെ പൈസ വരുന്നില്ല. അയച്ചില്ല 2 മാസമായി. ഈ അമ്മാമ്മ നൊടിയാൻ തുടങ്ങി. ഈ നൊടിച്ചിൽ കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഒന്ന് കിണറ്റിൽ കിടന്നു. അടുത്തൊരു കൊട്ടക്കിണറുണ്ട്, അത് അപ്പം ഉണ്ട് വാഴക്കൂട്ടിൻ്റെ പെണ്ണുങ്ങൾ മൂത്രമൊഴിക്കാൻ. അയ്യോ മേരിക്കുട്ടി അതൊക്കെ കെട്ടി ചാടി ഓടി വരും. എല്ലാവരും ഓടി വരും. അയ്യോ ഞങ്ങളൊക്കെ പോലീസ് ഇതിനെ മുളക് കേട്ടി അതും മുടക്കി. അത് അന്ന് മരിക്കണ്ട. ഇന്ന് അന്നൊന്നും അറിയില്ലായിരുന്നു, ഇതൊന്നും അറിയണ്ടായിരുന്നു. അന്ന് മരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തിനായിട്ട് അമ്മയ്ക്ക് കത്തേരി. അമ്മ പറഞ്ഞു എന്താ മോളെ, ഒന്നുമില്ല അമ്മ, എന്നെ കൊച്ചി പള്ളി വെച്ച് മട്ടി കൊണ്ടാക്കി തരുങ്ങൾ. ഞാൻ മട്ടിന് നിന്നോളാം. അങ്ങനെ അമ്മ പറയുന്ന മാതിരിയൊക്കെ അമ്മ ചെയ്ത അതിലുണ്ട്. അവിടെ 2 കൊല്ലം ടീച്ചർ പണി എടുത്തു, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. 2 കൊല്ലം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചു കാണാല്ലേ, അമ്മയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കാം, താലി കെട്ടി കളയും. അപ്പം കഴിച്ച് താലി കെട്ടി കഴിച്ചു കമ്പനി കയറ്. ഇവിടെ വരുന്ന മിക്ക അന്തേവാസികളും ഈ ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് വരുന്നവരാണ്. പലർക്കും സ്വന്തമായിട്ട് പുലർത്താൻ കഴിയാത്തവരും പിന്നെ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ അവർ അഭയം തേടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരോ മുനിസിപ്പൽ ചെയർമാരോ ഒക്കെ ശുപാർശയോടുകൂടിയാണ് ഇവിടെ പ്രവേശനം നൽകപ്പെടുന്നത്. പിന്നെ അപൂർവം പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അഡ്മിഷൻ നടത്താറുണ്ട്. ഇവിടെ എൻ്റെ അനുഭവത്തിൽ അധികവും ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ ഇരുന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് പലരും ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ എത്തപ്പെടുന്നത്. നമ്മളെ അത്രയും കാലം വളർത്തി വലുതാക്കി ഇവരെ സംരക്ഷിക്കേണ്ട കാലത്ത് അതൊന്നും ഉപേക്ഷ വിചാരിക്കുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൂരകൃത്യം തന്നെയാണ്. അതൊന്നും പൊറുക്കപ്പെടാൻ കഴിയാത്തതാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കാനൊക്കെ 100 കാരണം ഉണ്ടാവാം, പക്ഷേ അവരെ സംരക്ഷിക്കാൻ ഒറ്റ കാരണം മതി. എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണെന്നൊരു ഒറ്റ കാരണം മതി അവരെ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും സംരക്ഷിക്കാൻ. അതാണ് ഈ സ്ഥാപനത്തിലൂടെ ഇവരുടെ ഇന്നത്തെ ഒരു സോഷ്യൽ സ്ഥിതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരം ദർശനമായിട്ട് ഇവിടെ ഇത്തരം പരിപാടികൾ വളരെ ഗുണപരമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ തന്നെ മുമ്പുണ്ടായിരുന്നൊരു കാസർഗോഡ് നിന്നുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ഇത്തരം അമ്മയ്ക്കൊരു മകൾ കൂടി അവരുടെ വീട്ടുകാരെ തിരിച്ചറിയാനും അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ഇത്തരം പരിപാടികൾക്ക് ദർശന ടിവിക്കും എല്ലാവിധ ആശംസകളും.